വെതിരമന വിഷ്ണു നമ്പൂതിരിയുടെ ഓർമ്മകളുടെ തീരം പ്രകാശനം ചെയ്തു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. അംഗം ഹരേ ഉലഘഭൂഷണമാശ്രയന്തേ ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിതമാംഗലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായ. കേശവതീരം ആയുർവേദ ഗ്രാമത്തിൻ്റെ സ്ഥാപകനും പരിസ്ഥിതി ജീവകാരുണ്യ പ്രവർത്തകനും പ്രകൃതി സ്നേഹിയും സർവോപരി നിരുപാധിക സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ഏവർക്കും പ്രിയങ്കരനുമായിരുന്ന ശ്രീ വെതിരമന വിഷ്ണു നമ്പൂതിരിയുടെ ആത്മകഥാംശം ഓർമ്മകളുടെ തീരം പുസ്തക പ്രകാശനം കേശവതീരത്ത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്നു. രാമകൃഷ്ണൻ കണ്ണോം സ്വാഗതവും ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എം ബിജിൻ MLA നിർവഹിച്ചു. ഇവിടെ ചേർന്നിരിക്കുന്നവരെ എല്ലാം സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനവും അതോടൊപ്പം വേദനയും നിറയ്ക്കുന്ന ഒരു നിമിഷമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രകാശനം ചെയ്യണം എന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. പക്ഷേ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെല്ലാം വേദനപ്പെടുത്തിയ ആ നിമിഷം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി. അടയാളപ്പെടുത്തലിൽ ഒന്നാണ് കേശവതീരം എന്ന് പറയുന്ന ഈ അതിമനോഹരമായ ഈ ആയുർവേദ ഗ്രാമമെന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം. തീർച്ചയായും ഈ പുസ്തകത്തിനും എനിക്ക് തോന്നുന്നു അതിനോട് ചേർന്ന ഒരു പേര് നൽകിയിട്ടുണ്ട് എന്നാണ്. ഓർമ്മകളുടെ തീരം എന്നാണ് ഈ പുസ്തകത്തിന് നൽകിയ പേര്. ഇന്ന് കേശവതീരം ഇന്ന് ഇന്ത്യയുടെ ആയുർവേദ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് എന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ വിയർപ്പ് തുള്ളികളാൽ പടുത്തുയർത്തിയ ഒരു സംവിധാനമാണ് ഈ പുറച്ചേരിയിലെ കേശവതീരം എന്നത് ഏറെ അഭിമാനപൂർവ്വം നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി സാധിക്കും. പ്രശസ്ത കഥാകൃത്ത് CV ബാലകൃഷ്ണൻ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഫോക്ക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ പുസ്തകം ഏറ്റുവാങ്ങി. മഹത്തായ ഒരു പൈതൃകത്തിൻ്റെ പ്രത്യക്ഷ രൂപമായിരുന്നു വെതിരമന വിഷ്ണു നമ്പൂതിരി. മറ്റ് പുസ്തക പ്രകാശന ചടങ്ങുകളിൽ നിന്ന് എന്നെ സംബന്ധിച്ച് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലല്പം കണ്ണുനീരും നോവുമൊക്കെ കലർന്നിട്ടുണ്ട്. ഇത് ഒരു ശ്രാദ്ധ കർമ്മം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശ്രാദ്ധ കർമ്മത്തിൻ്റെ ആർദ്രത, അതിൻ്റെ ശുദ്ധി, അതിൻ്റെ ഒരു ആത്മീയത ഒക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ അറിയുന്നുണ്ട്, വളരെ ഗാഢമായിട്ട് അറിയുന്നുണ്ട്. ആദ്യത്തെ രൂപത്തിലായിരുന്നു അതെങ്കിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു പുസ്തകമാകുമായിരുന്നു. പക്ഷേ ഇപ്പോഴും തീർച്ചയായിട്ടും നേരത്തെ വിജയം പറഞ്ഞ പോലെ ഒരു നമ്മെ അത് ദുഃഖിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. എത്ര നോവുകളാണ് സഹിച്ചത് എന്ന് ഇത് മുഴുവനും ആ പുസ്തകത്തിലുണ്ട്. അത് വിഷ്ണു അത് പറയാതെ തന്നെ നമുക്കത് വരികളുടെ ഇടയിലൂടെ നമുക്ക് വായിക്കാം. ആ സഹിച്ചിട്ടുള്ള കണ്ണുനീര്, കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ. വിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് സ്വപ്നങ്ങൾ കാണാനുള്ളതായിരുന്നു. ഉറങ്ങാതെ സ്വപ്നങ്ങൾ കണ്ട ഒരാളായിരുന്നു വെതിരമന വിഷ്ണു നമ്പൂതിരി.
ഓരോരോ സ്വപ്നം, ഒരു സ്വപ്നത്തിന് പുറകെ മറ്റൊരു സ്വപ്നം. അങ്ങനെയാണ് ഈ വേഷങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നത്. പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PR ഇന്ദുൽകല മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ ഡോക്ടർ PM മധു പുസ്തക പരിചയം നടത്തി. ലതാ വിഷ്ണു നമ്പൂതിരി, OK നാരായണൻ നമ്പൂതിരി, ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, KU വിജയകുമാർ, നീതു KS ജയമോഹൻ, ഡോക്ടർ VKV ബാലകൃഷ്ണൻ, ഡോക്ടർ OC കൃഷ്ണൻ നമ്പൂതിരി, ഹരി N നമ്പൂതിരി, കൃഷ്ണൻ നടുവലത്ത്, TV ദിവാകരൻ നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർ കേശവൻ വെതിരമന നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞൻ രമേശൻ പെരുന്തട്ട നയിച്ച രാഗസംഗീത സമന്വയം, സോപാനരത്നം കലാചാര്യ പയ്യന്നൂർ കൃഷ്ണമണിമാരാർ ആൻഡ് ഡോക്ടർ എടക്കാട് രാധാകൃഷ്ണമാരാർ എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതം എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.